Granites, MLA Road, Palluruthi. Contact 9446567002, 98460 94470 52436. കൊച്ചിയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് എ ജലാൽ മേയർക്ക് നിവേദനം നൽകി. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി മേഖലയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നും വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നും കായൽ തീരത്തൂടെ പോയിരിക്കുന്ന കാണകൾ മൂടി കിടക്കുകയാണെന്നും ഇവ ശുചീകരിക്കണമെന്നും ബസാറിലെ അരിക്കടകൾ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളാണ് വെള്ളം കയറി ഉണ്ടായിട്ടുള്ളതെന്നും ഇതുവരെ ബസാറിലെ കാണയുടെ ശുചീകരണ പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നും മട്ടാഞ്ചേരി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ വെള്ളം കയറി രോഗികൾക്ക് കടക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളതെന്നും ജനകീയ സമിതി കൺവീനർ എ ജലാൽ മേയർക്ക് നൽകിയ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. പറയണത് പരിഹരിച്ചാൽ മതി. കമ്മ്യൂണിറ്റി ആളൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഒരു കല്യാണോളില്ല. ഇപ്പം നമ്മുടെ CC ആള് കച്ചവടമാക്കാൻ പോണാണ്. ബിനി ആള് അതൊക്കെ കച്ചവടം സ്വകാര്യ വ്യക്തിയുടെയാണ്. കോർപ്പറേഷൻ്റെ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. കോക്കേസ്, പറവാനമുക്ക്, പിന്നെ ചക്കാമാടം, ഇതൊക്കെ നവീകരണം ഇത് ചെയ്തു വികസനം നടത്തിക്കൂടെ? കോർപ്പറേഷനിക്ക് ഒരു വരുമാനം കിട്ടൂലേ? നശിപ്പിച്ചറിയുന്നതാണ് കോർപ്പറേഷൻ. അപ്പോൾ അതല്ല പറയും. മൂപ്പിന് ഏറ്റവും വലിയ വെള്ളക്കെട്ടാണ് ഇവിടെ. കോക്കേസ് തിയേറ്റർ, ഫോർട്ട് കൊച്ചി കോർപ്പറേഷൻ മേഖലാ ഓഫീസ്, മട്ടാഞ്ചേരി കോർപ്പറേഷൻ, പറവാനമുക്ക് ടൂറിസ്റ്റ് ബംഗ്ലാവ്, ഫോർട്ട് കൊച്ചി ആശുപത്രിയുടെ സമീപത്തും ആയുർവേദ വെളിയാശുപത്രിയിലും സ്ഥലങ്ങളിലും മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നതിനാൽ രോഗികൾക്കും പൊതുജനങ്ങൾക്കും ചികിത്സയ്ക്കായി വരുന്നവർക്കും ബുദ്ധിമുട്ടുകളുണ്ടെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. CP തോട്, കൽവത്തി തോട് ഇതിന്റെ ആഴം കൂട്ടി തോടിന്റെ ശുചീകരണ പ്രവർത്തനം നടത്തണമെന്നും മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി പരിസരത്തും ആശുപത്രികളിലും വീടുകളിലും കടകളിലും വെള്ളം കയറുന്നതിന് നടപടി ഉണ്ടാകണമെന്നും അദ്ദേഹം മേയർക്ക് മുമ്പായി നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.